പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ നേരെ കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ കൊയിലാണ്ടിയിലെ പൊയിൽക്കാവ് ദുർഗാദേവി ക്ഷേത്ര മഹോത്സവത്തിന് ഇത്തവണ മാറ്റ് കൂടുതലായിരുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? വീടുകളിൽ സാന്ത്വന പരിചരണത്തിൽ കഴിയുന്ന ഒറ്റപ്പെട്ടുപോയ 40-ലധികം പേരാണ് ഈ ചടങ്ങുകളും കാഴ്ചകളും കാണാൻ ഈ ഉത്സവ നഗരിയിലേക്ക് എത്തിയത്. അങ്ങനെ എത്തിയതോടുകൂടി ആ ഉത്സവാഘോഷം ശരിക്കും കെങ്കേമമായി. ഭക്തിയോടൊപ്പം സാന്ത്വനവും ചേർന്നപ്പോൾ ക്ഷേത്രോത്സവത്തിന്റെ പകിട്ടേറുകയായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നയൻതാര ആയിരിക്കും പറഞ്ഞു തരിക. നയൻതാര, തൊട്ട് മുൻപേ നമ്മളൊരു ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഇത് കാണുമ്പോഴും സന്തോഷം തന്നെയാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ, അവരെ മുന്നിലേക്ക് എത്തിക്കുക, അവർക്ക് സന്തോഷം നൽകുക എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെയൊക്കെ കടമയാണ്. എനിക്ക് തോന്നുന്നു ഇത് ആഘോഷ കമ്മിറ്റി, ആ ഉത്സവ കമ്മിറ്റി തന്നെയാണ് ഇവരെ എത്തിച്ചതല്ലേ? അതെ പൂജ, ആദ്യം ഞാൻ വേറൊരു കാര്യം പറയാം. ഇത്തവണ ജോലി തിരക്ക് കാരണം നാട്ടിലൊരു ഉത്സവം പോലും എനിക്ക് കൂടാൻ സാധിച്ചില്ല എന്നൊരു വിഷമം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പം തീർച്ചയായും ഈ ഒരു വിഷമത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് എനിക്ക് തോന്നി. കാരണം മനസ്സ് നിറഞ്ഞുപോയി. കാരണം എത്രയോ വർഷമായി വീടിൻ്റെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടി വന്നവരാണ് ഇവരെല്ലാവരും. കൊയിലാണ്ടിയിലുള്ള ചെങ്ങോട്ടുകാവ്, ചേമഞ്ചേരി പഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ സാന്ത്വന പരിചരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരാണ് 40 പേരാണ് ഈ ഒരു ഉത്സവാഘോഷത്തിലെത്തിയത്. ഉത്സവാഘോഷ കമ്മിറ്റിയുടെ തീരുമാനമായിരുന്നു ഇത്തവണത്തെ ഉത്സവത്തിന് ഇവരെ, ഈ വീടുകളിൽ ഒതുങ്ങേണ്ടി വന്ന ഇവരെ കൊണ്ടുവരിക എന്നുള്ളത്. ഈ ഒരു കാര്യം പാലിയേറ്റീവ് പ്രവർത്തകരും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും ഏറ്റെടുത്ത് പൂർണ്ണ പങ്കാളിത്തത്തോടു കൂടി ഇവരെ എല്ലാവരും, ഈ അതിഥികളെ ഉത്സവാഘോഷത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഉത്സവത്തിന് അവിടെ തൊഴാൻ, അതായത് ഉള്ളിൽ കയറി തൊഴാനുള്ള സൗകര്യം ഒരുക്കി, അതുകൂടാതെ ഉത്സവം ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി. അവർക്ക് എന്താണോ ആവശ്യം അതെല്ലാം നിറഞ്ഞ മനസ്സോടുകൂടി അവിടെ എത്തിയവരെല്ലാം തന്നെ ചെയ്തു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവരുടെ ഈ ഒരു സന്തോഷം, വലിയ സന്തോഷം അവിടെ ഉത്സവത്തിനെത്തിയ എല്ലാവരിലും പ്രതിഫലിച്ചു എന്ന് തന്നെ വേണം പറയാം. ഇത്തവണ പൊയിൽക്കാവ് ഉത്സവത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, അല്ലെ ഉത്സവത്തിനെ വ്യത്യസ്തമാക്കിയ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ സാന്ത്വന പരിചരണം, വീട്ടിലിങ്ങനെ ഒതുങ്ങേണ്ടി വന്ന ആളുകൾ ഈ ഉത്സവാഘോഷത്തിൽ പങ്കെടുക്കുന്നു, ആളുകളെ കാണുന്നു, സന്തോഷിക്കുന്നു. അവിടെ എത്തിയവർക്കും ഈ ഒരു കാര്യം തന്നെയായിരുന്നു ചർച്ച ചെയ്യാനുള്ളത്, സംസാരിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് ഉത്സവങ്ങളൊക്കെ നമ്മളെ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. നമുക്കറിയാം ഒരുപാട് പേര് ഇതുപോലെ തന്നെ വീടുകളിലൊക്കെ ഒതുങ്ങി കൂടേണ്ടി വരുന്നുണ്ട്. അവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ഉത്സവ ആഘോഷ കമ്മിറ്റികളൊക്കെ